ഒരേ പേരുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ ഒരു ഡിവിഷനിൽ മത്സരത്തിനെത്തിയാൽ എങ്ങനെയുണ്ടാവും? അത്തരത്തിലുള്ള രണ്ടുപേരാണ് തൃപ്പൂണിത്തുറ നഗരസഭ 36-ാം ഡിവിഷനിൽ മത്സരിക്കുന്നത്. ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയുടെയും NDA സ്ഥാനാർത്ഥിയുടെയും പേര് രാധിക വർമ്മ. ടീച്ചറായ രാധിക വർമ്മയെന്നും കലാകാരിയായ രാധിക വർമ്മയെന്നും പറഞ്ഞാണ് ഇപ്പോൾ തൽക്കാലം വോട്ട് പിടിക്കുന്നത്. വോട്ടർമാർക്ക് മാറുമോ? പോയി നോക്കാം. ഒരേ പേരുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ ഒരു ഡിവിഷനിൽ മത്സരത്തിന് ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാകും? ഒരേ പേരെന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം പോലുമില്ല എന്ന കാര്യം കൂടി ആലോചിക്കണം. അത്തരത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളാണ് തൃപ്പൂണിത്തുറ നഗരസഭ 36-ാം ഡിവിഷനിൽ മത്സരിക്കുന്നത്. രണ്ടുപേരുടെയും പേര് രാധിക വർമ്മ. ഒരാൾ LDFന്റെ സ്ഥാനാർത്ഥിയാണ്, ഒരാൾ NDAയുടെ സ്ഥാനാർത്ഥിയാണ്. ഇവർ രണ്ടുപേരും നമുക്കൊപ്പം ഉണ്ട്. ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. മാറിയതാണോ, ആൾ മാറിയോ, ഞാൻ LDF ആയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു. പക്ഷെ അതില്ല, അത് വളരെ ക്ലിയർ ആക്കി എല്ലാവരുടെ അടുത്തും വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആദ്യത്തെ ലിസ്റ്റിൽ NDA ലിസ്റ്റിൽ വന്നില്ലായിരുന്നു രാധേ ചേച്ചിയുടെ പേര്. അപ്പോൾ എൻ്റെ LDFൻ്റെ വരികയും ചെയ്തു. അതുകൊണ്ടാണ് കുറച്ച് മാറിയോ, പാർട്ടി മാറിയോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം കൺഫ്യൂഷനൊന്നുമില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരെയും അറിയാം എല്ലാവർക്കും. ഞാൻ കഥകളി കളിക്കണോണ്ട് ആ രീതിയിൽ അറിയാം. രാധേ ചേച്ചി ടീച്ചറായതുകൊണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും അറിയുന്നതാണെന്നർത്ഥം. പല കോണിൽ നിന്ന് ഇങ്ങനെ ഒരു സംശയം വന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു അത് പേടിക്കാനില്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. പേരിൻ്റെ കൂടെ രാധിക വർമ്മ ടീച്ചറിനാക്കിയിട്ടുണ്ട്. ഞാനൊരു ടീച്ചറാണ്, ചിന്മയ വിദ്യാലയയിലെ ടീച്ചറായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം. എൻ്റെ വാർഡിൽ നിന്നുള്ളതല്ല, പൊതുവെ തൃപ്പൂണിത്തുറയിൽ തന്നെ മുഴുവനും ഒരുവിധം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഈ നോമിനേഷന് പോയപ്പോൾ തമാശയായിരുന്നു അല്ലേ? നോമിനേഷൻ പോയപ്പോൾ നല്ല തമാശയായിരുന്നു. കാരണം എൻ്റെ ഫയലെടുത്ത് കഴിഞ്ഞ് പിന്നെ രാധേ ചേച്ചി വന്നപ്പോഴത്തേക്കും അതേ പേര് കണ്ടപ്പോൾ അയ്യോ ഇത് മാറിപ്പോയി, ഇത് മുമ്പിലത്തെ കാൻഡിഡേറ്റിൻ്റെ തന്നെയാണ്. റെസീറ്റ് വന്നപ്പോഴും അതുപോലെ അയ്യോ തെറ്റിപ്പോയെന്ന് തോന്നുന്നു പേര്. അങ്ങനെ അപ്പം ഞങ്ങളൊന്ന് വിചാരിച്ചു ഇങ്ങനെ ഓഫീസേഴ്സിന് മാറിപ്പോയാൽ ഇനി വോട്ടർമാർക്ക് എങ്ങനെയാണ്. പക്ഷെ വോട്ടർമാർക്ക് അറിയാമല്ലോ, ഓഫീസേഴ്സിന് അത് അറിയില്ലല്ലോ, നമ്മളെ അറിയണവരല്ലല്ലോ. അതുകൊണ്ട് പ്രശ്നമില്ല. എപ്പോഴും കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ചിഹ്നം തന്നെയാണ്. അപ്പോൾ ചിഹ്നം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്ര ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ലാത്തൊരു വാർഡാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ വോട്ടുകൾ മാറിപ്പോകില്ല എന്നതാണ് രണ്ട് രാധിക വർമ്മമാരും പറയുന്നത്. എന്തായാലും നമുക്കിത് വോട്ടർമാരോട് കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. ഈ വോട്ടർമാർക്ക് രണ്ട് രാധിക വർമ്മമാരും മാറിപ്പോവോ? ഇല്ല, മാറിപ്പോവില്ല, ഒരിക്കലും മാറിപ്പോവില്ല. തൃപ്പൂണിത്തുറ മാറിപ്പോവില്ല. ചിഹ്നം ശ്രദ്ധിച്ചില്ലെങ്കിൽ വോട്ടർമാർക്ക് മാറില്ല. പേര് കൊണ്ടാണെങ്കിൽ മാറിപ്പോകും, പിന്നെ ചിഹ്നം നോക്കിയാണ് വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ മാറില്ല. എല്ലാവർക്കും അറിയണ തന്നെയാണല്ലോ അവരൊക്കെ, എല്ലാവരും കൊലവത്ത് തന്നെയാണ് അവരൊക്കെ. അതുകൊണ്ട് അറിയണവർക്കൊന്നും മാറുണ്ടാവില്ല. ചിഹ്നം നോക്കിയാൽ മതി. ചിഹ്നം നോക്കിയാൽ മതി, ചിഹ്നം ശ്രദ്ധിച്ചാൽ മതി, സ്ഥാനാർത്ഥികളെ മാറിപ്പോകില്ല എന്നതാണ് വോട്ടർമാർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് കുമാർ CP-ക്കൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.